ഈ മാനിഫെസ്റ്റേഷൻ ചേച്ചി പറഞ്ഞതിൽ നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്ന വാക്കാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ശരിക്കും മാനിഫെസ്റ്റ് ചെയ്താണോ പൈസ ഉണ്ടാക്കുന്നത്, അതോ പണിയെടുത്താണോ പൈസ ഉണ്ടാക്കുന്നത് എങ്ങനെയാ പറയുക? മാനിഫെസ്റ്റേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വപ്ന സാക്ഷാത്കാരം എന്നുള്ളതാണ്. ഇപ്പോ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മനസ്സിൽ നിരന്തരം കണ്ടിരുന്നത്, ഞാൻ ലക്ഷറിയിൽ ജീവിക്കുന്നു, അബണ്ടൻസിൽ ജീവിക്കുന്നു, ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു, പ്രൈസ് ടാഗ് നോക്കാതെ ഷോപ്പ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മളിലേക്ക് ഇഷ്ടംപോലെ പൈസ വരും, നമ്മൾ രക്ഷപ്പെടുന്നതും ഒക്കെ മനസ്സിൽ നിരന്തരം കണ്ടു. അപ്പൊ അത് നമ്മളിങ്ങനെ മനസ്സിൽ നിരന്തരം കാണുമ്പോൾ അതിലേക്ക് എന്നെ എത്തിക്കേണ്ടേ. അപ്പൊ ആവർത്തിച്ച് കാണുന്ന കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് റിയാലിറ്റി ആക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു മാർഗം എന്നിലേക്ക് വന്നു. അപ്പൊ അതിലൂടെ ക്ലാസ്സുകൾ എടുത്ത് സമ്പത്ത് നമ്മളിലേക്ക് വന്നു, മനസ്സിലാവുന്നു. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഇപ്പൊ എനിക്ക് ലൈഫ് കോച്ചിങ് ആണ് പറ്റിയിരുന്നത്, അതുകൊണ്ട് എന്നിലേക്ക് വന്നു. ഇപ്പൊ വീണയ്ക്ക് ചിലപ്പോൾ വേറൊരു ആശയമായിരിക്കും വരുന്നത്, പുതിയൊരു ബിസിനസ് ഐഡിയ വരികയാണ്. ചിലരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിദേശത്ത് പോയി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം വരികയാണ്, അവർക്ക് അവരുടെ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഒരു വഴി തെളിഞ്ഞു വരും. ഇതിനെപ്പറ്റി പറയുന്നവർ അവർക്ക് അറിഞ്ഞുകൂടാത്തുണ്ട്. അതായത് അവർ വിചാരിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഹാർഡ് വർക്ക് ചെയ്ത് ആണ് പണം സമ്പാദിക്കേണ്ടതെങ്കിൽ കൽക്കരി ഖനിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാവട്ടെ ഈ ലോകത്തെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിൾ, അവരല്ലേ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ടതാണ് പണം എന്നുള്ളത് മനസ്സിലൊരു ലിമിറ്റിംഗ് ബിലീഫ്, അത് മാറ്റണം. അപ്പൊ നമുക്ക് വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് പണം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ സമ്പന്നതയിൽ ജീവിക്കുന്നതായിട്ട് എപ്പോഴും ചിന്തിക്കണം. നിരന്തരം നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടാണ്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദാരിദ്ര്യമാണെങ്കിൽ പുറം ലോകത്ത് നമുക്ക് അതേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഉള്ളില് സമ്പന്നത സൃഷ്ടിക്കാം.